വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന ഏതാനും മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ. ഈ ചാത്തന്നൂരെ പോരാട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുണ്ട്, അതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട്. രണ്ട് സ്ഥാനാർത്ഥികൾക്കിടയിൽ വളരെ ശക്തമായ നിലയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് BJP സ്ഥാനാർത്ഥിയാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ രണ്ട് തവണയും ഇതേ മണ്ഡലത്തിൽ മത്സരിക്കുകയും രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത ആളാണ്. BJPക്കാർ പറയുന്നത്, അല്ലെങ്കിൽ അവർ കരുതുന്നത്, അവർ വിശ്വസിക്കുന്നത് ഇത്തവണ BJP ഒരു കുതിച്ചുകയറ്റം നടത്തും, അവിടെ BJPയുടെ താമര ചിഹ്നം വിജയിക്കും, BJP സ്ഥാനാർത്ഥി ഗോപകുമാർ ഇത്തവണ ആ മണ്ഡലം പിടിച്ചെടുക്കും എന്നാണ്. മാത്രമല്ല, കഴിഞ്ഞ 3 തവണയായിട്ട് അവിടെ നിന്ന് വിജയിച്ചുകൊണ്ടിരുന്ന CPIയിലെ ജയലാൽ ഇത്തവണ മത്സരിക്കുന്നുമില്ല. അപ്പോൾ ഒരു സുവർണ അവസരം കൈവന്നിരിക്കുകയാണ്. തുറന്ന പോസ്റ്റിലേക്ക് ഗോളടിച്ച് ഉടനെ ജയിച്ചു കളയാം എന്നാണ് BJPക്കാർ, ഏറ്റവും കുറഞ്ഞ കൊല്ലം ജില്ലയിലെ BJPക്കാരെങ്കിലും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേറൊരു പ്രത്യേകത ഉള്ളത്, ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അവതരിച്ചിട്ടുള്ളത് സൂരജ് രവിയാണ്. കൊല്ലത്തുകാർക്ക് സുപരിചിതനായിരുന്ന തോപ്പിൽ രവിയുടെ മകനാണ്. ഇദ്ദേഹം നേരത്തെ ഒരിക്കൽ കൊല്ലത്ത് മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. ഇത്തവണ ചാത്തന്നൂർ ഭാഗ്യം പരീക്ഷിക്കുകയാണ്. ചാത്തന്നൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ CPIയുടെ സ്ഥാനാർത്ഥികളും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും മാറി മാറി ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. UDFന് അനുകൂലമായ ജനവികാരം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് നേതാവ് CV പത്മരാജൻ അവിടെ നിന്ന് ജയിക്കും. മറിച്ച് ജനവിധി LDFന് അനുകൂലമാണ് എങ്കിൽ അവിടെ നിന്ന് CPI നേതാവ് P രവീന്ദ്രൻ ജയിക്കും. ഇവർ ബന്ധുക്കൾ വരുന്നു. രണ്ടുപേരും സ്ഥലത്തെ 2 പ്രമാണിമാരും ആയിരുന്നു. രണ്ടുപേരും മന്ത്രിമാരുമായിട്ടുണ്ട്. പത്മരാജൻ വക്കീൽ അടുത്ത കാലത്താണ് മരിച്ചത്. രവീന്ദ്രൻ സഖാവ് 1997 മരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഇവരിങ്ങനെ പാരമ്പര്യ എതിരാളികളായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. സംസ്ഥാനത്ത് UDFനാണ് മേൽക്കൈയെങ്കിൽ പത്മരാജൻ വക്കീൽ ജയിക്കും, അതല്ല LDFനാണ് ജയസാധ്യതയെങ്കിൽ രവീന്ദ്രൻ സാർ ജയിക്കും. ഇങ്ങനെ പാരമ്പര്യ എതിരാളികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രവീന്ദ്രൻ സാർ മരിച്ചു. ആ സ്ഥാനത്തേക്ക് അനിരുദ്ധൻ വന്നു. അനിരുദ്ധനും അഭിഭാഷകനാണ് എന്ന് മാത്രമല്ല പത്മരാജൻ വക്കീലിൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് തുടങ്ങിയ ആളാണ്. പിന്നെ അവർ തമ്മിലായി ഏറ്റുമുട്ടൽ. ഇടയ്ക്കൊരു തവണ നമ്മുടെ പ്രതാപവർമ്മ തമ്പാൻ ജയിച്ചു. പക്ഷേ പിന്നീട് കോൺഗ്രസിന് ആ സീറ്റ് കിട്ടിയിട്ടേ ഇല്ല. ഒന്നുകിൽ അനിരുദ്ധൻ ജയിക്കും, അനിരുദ്ധന് ശേഷം ജയലാൽ 3 തവണ അവിടെ നിന്ന് അടുപ്പിച്ച് ജയിച്ചു. അപ്പോൾ പലതവണ ഈ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥികളെ മാറി മാറി പരീക്ഷിച്ചു. അവസാനം കഴിഞ്ഞപ്പോൾ 3ാം സ്ഥാനം ഉറപ്പായി. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇത്തവണ CPIയിൽ നിന്ന് മത്സരിക്കുന്നത് ജയലാലല്ല. ഞാൻ നേരത്തെ പറഞ്ഞു 3 തവണയിൽ കൂടുതൽ ഒരാൾക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് മാനദണ്ഡമുള്ളതുകൊണ്ട് അവിടെ സഖാവ് R രാജേന്ദ്രനാണ് മത്സരിക്കുന്നത്. R രാജേന്ദ്രൻ ആദ്യമായിട്ടാണ് നിയമസഭയ്ക്ക് മത്സരിക്കുന്നതെങ്കിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ ആളല്ല. ദീർഘകാല കരിപ്പുറ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. മാത്രമല്ല പണ്ട് ഈ CPIക്കാർ, പ്രത്യേകിച്ച് യുവജന നേതാക്കളൊക്കെ ഒന്നുകിൽ സോവിയറ്റ് യൂണിയനിൽ അല്ലെങ്കിൽ കിഴക്കൻ ജർമ്മനിയിൽ, അതുമല്ലെങ്കിൽ ബൾഗേറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വിട്ട് പരിശീലനം നടത്തുമായിരുന്നു. ആ കാലത്ത് ഇദ്ദേഹം കിഴക്കൻ ജർമ്മനിയിൽ പോയി അവിടെ ദീർഘകാലം താമസിച്ച് ഈ കമ്മ്യൂണിസത്തിൻ്റെ സിദ്ധാന്തത്തിലും പ്രയോഗത്തിലുമൊക്കെ അഗാധ പരിജ്ഞാനം നേടിയിട്ടുള്ള ആളാണ്. പോലീസ് മർദ്ദനം അനുഭവിച്ചിട്ടുണ്ട്, അറസ്റ്റ്, ജയിൽവാസം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് നിലയ്ക്ക് ഒരു പയറ്റി തെളിഞ്ഞ പോരാളിയാണ് അദ്ദേഹം. നിലവിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിപ്പുറ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്ത് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമായ രീതിയിൽ നടത്തി വിജയിപ്പിച്ച് പിൽക്കാലത്ത് സംസ്ഥാനത്ത് നമ്മുടെ ചീഫ് സെക്രട്ടറിയായി തീർന്ന ഏറ്റവും സത്യസന്ധനായ ഗാന്ധിയൻ IASകാരൻ എന്ന് പേരെടുത്ത SM വിജയാനന്ദൻ്റെ ഒരേ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു രാഷ്ട്രീയ പരീക്ഷണത്തിലേക്കാണ് ഇത്തവണ ചാത്തന്നൂർ പോകുന്നത്. ഫലം മനോരമയുടെ സർവേ അനുസരിച്ചും മാതൃഭൂമിയുടെ സർവേ അനുസരിച്ചും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അപ്പോൾ ജനങ്ങളുടെ അംഗീകാരവും ആ രീതിയിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും സ്നേഹമുള്ള ഒരാളാണ് R രാജേന്ദ്രൻ. അദ്ദേഹം വിജയിച്ച് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചാത്തന്നൂരെ പ്രബുദ്ധരായ വോട്ടർമാർ ആ രീതിയിൽ ചിന്തിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ചാത്തന്നൂർ വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ്. C കേശവൻ്റെ നാട്, അതുപോലെ K ബാലകൃഷ്ണൻ്റെയും നമ്മുടെ CV പത്മരാജൻ വക്കീലിൻ്റെയൊക്കെ ഖ്യാതി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നിന്ന് ശക്തനായ ഒരു പ്രതിനിധി കേരള നിയമസഭയിൽ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യം.
അതിനോട് നിങ്ങളും അനുകൂലമായി പ്രതികരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം.